നിങ്ങളൊരു മുറിയിലേക്ക് അല്ലെങ്കിൽ സഹസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നേയില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ വേറെ എങ്ങോട്ടോ നോക്കുന്നു. മറ്റുള്ളവരുമായ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അടുപ്പമോ ഉണ്ടാക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ആർക്കും കാണാൻ പറ്റാത്ത ഒരാൾ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലെ ശരിക്കുമുള്ള സത്യം എന്താണെന്നറിയോ? നിങ്ങൾ ആർക്കും കാണാൻ പറ്റാത്ത ഒരാളായത് കൊണ്ടല്ലേ സംഭവിക്കുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു എനർജി ശരിയല്ലാത്തത് കൊണ്ടാണ്. ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നതിന് പകരം അവർ നിങ്ങളിലേക്ക് തനിയെ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആരും നിങ്ങളെ കേൾക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാവാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആളുകൾ നിങ്ങൾ വെറും ഒരു സെക്കൻഡ് 4 സമയം കൊണ്ട്, ക്വാർട്ടർ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അളന്നു തീർക്കും. ബോധപൂർവമല്ല, അവരുടെ ഉപബോധ മനസ്സ് അറിയാതെ തന്നെ ചെയ്യും. വെറും 0.25 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണോ അതോ ആകെ ടെൻഷനിലാണോ ആങ്ഷ്യസ് ആണോ നിങ്ങളുടെ നെർവസ് സിസ്റ്റം വിളിച്ചു പറയും. നിങ്ങളിവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണോ അതോ പേടിച്ചിരിക്കുകയാണോ എന്ന് ആളുകൾ ആകർഷിക്കുന്ന ഒരു പവർ നീക്കൊണ്ടോ അതോ അവരുടെ അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് ആ ചുരുങ്ങിയ സമയം കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഇതിനെയാണ് സയൻസിൽ മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു വാക്ക് പോലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ ഇരിപ്പും നിൽപ്പും, പോസ്റ്റർ എന്ന് പറയും, നിങ്ങളുടെ ശ്വാസം എടുക്കുന്ന രീതി, ഇവയെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പുറമേക്ക് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്ന ഭാവവും നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും തോന്നുന്ന വികാരവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആളുകളത് പെട്ടെന്ന് തിരിച്ചറിയും. തങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ബോധപൂർവ്വം അവർക്ക് വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു വ്യത്യാസം അവരുടെ മനസ്സിൽ കൃത്യമായിട്ട് ഒപ്പിയെടുക്കും. അംഗീകാരത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ അഭിനയം, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള നിങ്ങളുടെ അമിത ശ്രമങ്ങൾ, ഇവയെല്ലാം അവർക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള സ്വഭാവം ആളുകൾ എപ്പോഴും അകറ്റി നിർത്തും. അതൊരു ബയോളജിക്കൽ സത്യമാണ്. എനിക്ക് നിങ്ങളുടെ ഒരു നല്ല വാക്ക് വേണം എന്ന് നിങ്ങളുടെ നെർവസ് സിസ്റ്റം സിഗ്നൽ നൽകുമ്പോൾ ഇവിടെ നിന്ന് വേഗം ഓടിക്കുമെന്നാണ് മറ്റുള്ളവരുടെ നെർവസ് സിസ്റ്റം കേൾക്കുന്നത്. ഒരുപാട് ആളുകളുള്ളൊരു മുറിയിൽ നിന്നിട്ടും നിങ്ങൾ ഇൻവിസിബിളായി പോകാൻ കാരണം ഇതാണ്. നിങ്ങളൊരു ബോറിനായതുകൊണ്ടോ അല്ലെങ്കിൽ ആൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്. പകരം ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ സാന്നിധ്യം അവിടെ കാണിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലെ ടെൻഷനും പേടിയും നിങ്ങൾ അറിയാതെ തന്നെ പുറത്തേക്ക് ലീക്കാവുന്നതുകൊണ്ടാണ്. ആളുകളെ ആകർഷിക്കുന്ന ഒരു കാന്തിക വലയം, മാഗ്നറ്റിക് ഓറ എന്ന് പറഞ്ഞാൽ അതൊരു മാന്ത്രികമായ ദിവ്യശക്തിയൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം കൊണ്ട് ചുറ്റുമുള്ള ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന സയൻസിന് കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം ആകെ ശാന്തമായിരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ മനസ്സ് ആകെ കൂളും റിലാക്സ്ഡും ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചില ബയോളജിക്കൽ സിഗ്നലുകൾ പുറത്തേക്ക് വിടും. നിങ്ങളുടെ ശ്വാസഗതി കുറച്ചുകൂടി ആഴത്തിലുള്ളതാകും. നിങ്ങളുടെ ഇരിപ്പ് നിൽപ്പും അല്ലെങ്കിൽ പോസ്റ്റർ കുറച്ച് ഫ്രീ ആകും. നിങ്ങളുടെ മുഖഭാഗങ്ങൾ ആകെ സോഫ്റ്റ് ആകും. യാതൊരുവിധ നിസ്സഹായാവസ്ഥയും ഇല്ലാതെ വളരെ സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ സിഗ്നലുകളെല്ലാം ചുറ്റുമുള്ളവരുടെ ഉപബോധ മനസ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നറിയോ? ഇയാളുടെ കൂടെ നിൽക്കുന്നത് സുരക്ഷിതമാണ്, ഇയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഇയാളെ പരിചയപ്പെടുന്നത് നല്ലതാണ് എന്നവരുടെ മനസ്സ് തനിയെ പറയും. ഈ ലോകത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വ്യക്തികൾ ഭയങ്കര ഭംഗിയുള്ളവരോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിജയിച്ചവരോ ഒന്നും ആയിരിക്കണമെന്നില്ല. പകരം അവരുടെ ഉള്ളിലെ മാനസികാവസ്ഥയും പുറമേക്ക് അവർ കാണിക്കുന്ന പെരുമാറ്റം തമ്മിൽ കറക്റ്റായി ഒത്തുപോകുന്ന ആളുകളായിരിക്കും അവർ. അവർ നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാൻ നോക്കില്ല, അവരവിടെ നിന്ന് അഭിനയിക്കില്ല, അവരവരുടെ യഥാർത്ഥ രൂപത്തിൽ അവിടെ ജീവിക്കും. അത്രമാത്രം. ആ ഒരു സാന്നിധ്യമാണ്, പ്രസൻസാണ് ആളുകളെ ആകർഷിക്കുന്നത്. മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ആകർഷണീയതയും അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കരിസ്മ എന്ന് പറയും, അതും ശരിക്കുള്ള കാന്തിക ശക്തിയും അല്ലെങ്കിൽ ഓതൻറ്റിക് മാഗ്നറ്റിസം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന സ്വഭാവം നമ്മളാകെ ടയേർഡാക്കും. എന്നാൽ യഥാർത്ഥ ആകർഷണീയതയ്ക്ക് യാതൊരു കഷ്ടപ്പാടുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് തനിയെ പുറത്തു വരും, നിങ്ങളറിയാതെ തന്നെ. ആളുകളെ ആകർഷിക്കുന്ന ആ ഒരു കാന്തിക വലയം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓറ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മാറ്റമാണ് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ആദ്യം ശാന്തമാക്കുക. ഗ്രൗണ്ട് യുവർ നെർവസ് സിസ്റ്റം എന്ന് പറയും. നിങ്ങൾ ഏതൊരു കൂട്ടായ്മയിലേക്കോ അല്ലെങ്കിൽ ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലൊരു ഹോം ബേസ് ഉണ്ടാക്കിയിരിക്കണം. അതായത് നിങ്ങളുടെ ശരീരം ആകെ റിലാക്സ്ഡ് ആയ ഒരവസ്ഥയിലായിരിക്കണം. ശാന്തമായിട്ട് ആത്മവിശ്വാസത്തോടെ പൂർണ്ണമായ ശ്രദ്ധയോടെ അവിടെ ഇരിക്കുക. ആളുകളുടെ മുന്നിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് സ്വയം ഒന്ന് കൂളാകാൻ സമയം മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ശ്വാസഗതി ശ്രദ്ധിക്കുക. മനഃപൂർവ്വം നിങ്ങളുടെ നെർവസ് സിസ്റ്റം ശാന്തമാക്കാൻ നോക്കുക. നിങ്ങൾ ആകെ കൂളാകുന്ന ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ടെൻഷൻ പുറത്തേക്ക് ലീക്കാവുന്ന തനിയെ നിൽക്കും. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആ ശ്രമം നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആളുകളെ ആകർഷിക്കുന്ന ഒരാളായിട്ട് മാറും. രണ്ടാമത് വരുത്താൻ പറ്റുന്ന മാറ്റമാണ് പൂർണ്ണമായ ശ്രദ്ധയോടെ ആ സ്ഥലത്ത് നിൽക്കുക. റാഡിക്കൽ പ്രസൻസ് എന്ന് പറയാം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്ത വിട്ടേക്കുക. ഒരാളെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായ ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നാണ്.
ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തത് എനിക്കെന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് കൂട്ടാതെ അവർ പറയുന്നത് എന്താണെന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയല്ലാതെ അവരുമായി ഒരു നല്ല അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. വെറുതെ ഒരു ചോദ്യം ചോദിക്കാനല്ലാതെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയൊരു മാറ്റം വരും. ആളുകൾക്ക് തങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്നൊരു ഫീൽ ഉണ്ടാകും. തങ്ങളെ ഇത്രയും കെയർ ചെയ്യുന്ന ആളുകളിലേക്ക് മറ്റുള്ളവർ തനിയെ ആകർഷിക്കപ്പെടും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. മൂന്നാമത്തെ മാറ്റമാണ് ഉള്ളിലുള്ളതും പുറമേ കാണിക്കുന്നതും ഒന്നാക്കുക. അലൈൻ യുവർ ഇൻറ്റേർണൽ വിത്ത് യുവർ എക്സ്റ്റേണൽ എന്ന് പറയാം. ഈ വലിയ മാറ്റം നിങ്ങൾ നിർബന്ധമായി വരുത്തണം. അവിടെ ചെന്ന് അഭിനയിക്കുന്നത് നിർത്തുക. മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര എന്തോ സംഭവമാണെന്ന രീതിയിൽ പെരുമാറരുത്. അവരെ ഇമ്പ്രസ് ചെയ്യാനോ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാകാനോ അമിതമായി ശ്രമിക്കരുത്. പകരം നിങ്ങൾ ആരാണോ ആ സത്യസന്ധമായ ആളുകളുടെ മുന്നിൽ കാണിക്കുക. നിങ്ങളായിട്ട് നിൽക്കുക. സംസാരത്തിനിടയ്ക്ക് പെട്ടെന്നൊരു മൗനം അല്ലെങ്കിൽ സൈലൻസ് ഉണ്ടായാൽ അതിൽ അസ്വസ്ഥപ്പെടാതിരിക്കുക. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ അത് തുറന്ന് പറയുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ അത് റിയലായി കാണിക്കുക. നിങ്ങൾ അഭിനയം നിർത്തി നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുന്ന ആ സെക്കൻഡിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം തനിയെ റിലാക്സ്ഡ് ആവും. നിങ്ങളുടെ മുഖഭാവങ്ങൾ ഉള്ളിൽ സമാധാനവുമായി കറക്റ്റായി ഒത്തുപോകും. അതോടെ നിങ്ങൾ കൂടുതൽ ആകർഷകമായ ഒരു വ്യക്തിയായി മാറും. കാരണം നിങ്ങളുടെ യഥാർത്ഥ രൂപമാണ് ആളുകളെ ആകർഷിക്കുന്നത്. അഭിനയം എപ്പോഴും ആളുകളെ അകറ്റി നിർത്തുകയുള്ളൂ. ആളുകളെ ആകർഷിക്കുന്ന ഒരു കാന്തിക വലയം മാഗ്നറ്റിക് ഓറ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റത്തവണത്തെ സംഭാഷണം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സമാധാനവും റിലാക്സ്ഡ് ആയ അവസ്ഥയും സ്ഥിരമായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനർത്ഥം നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നാണ്. നിങ്ങളുടെ ഊർജ്ജം കളയുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇപ്പം നെഗറ്റീവ് ന്യൂസുകൾ, ടോക്സിക് റിലേഷൻഷിപ്പുകൾ, ഇപ്പോഴും നമ്മുടെ എനർജി ഊറ്റി കുടിക്കുന്ന ആളുകൾ, ഈ എനർജി വാമ്പേഴ്സ് എന്ന് പറയും. ഇവരെല്ലാം നമ്മുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി പാടെ കുറച്ച് കളയും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെയും കാര്യങ്ങളെയും നിങ്ങൾ തന്നെ കൃത്യമായി നിയന്ത്രിക്കുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്, ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയുള്ള ചുറ്റുപാടുകളിലാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി പുറത്തേക്ക് വിടാൻ നോക്കുക എന്നാണ്. നിങ്ങളുടെ ഒരു ദിവസത്തെയും വെറുതെ കടന്നു പോകാൻ അനുവദിക്കരുത്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും അവരെ ബഹുമാനിക്കാനും അവരെ കേൾക്കാനും കിട്ടുന്ന ഒരു അവസരമായിട്ട് കാണുക. നിങ്ങളുടെ ആ സാന്നിധ്യം അവിടെ പൂർണ്ണമായി നൽകുക. ശാന്തമായ ആത്മവിശ്വാസം നിങ്ങളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിത് സ്ഥിരമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ വലിയൊരു മാറ്റം വരും. ആളുകൾ നിങ്ങളിലേക്ക് തനിയെ ആകർഷിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ അവരുടെ പുറകെ ഓടിയത് കൊണ്ടല്ലത്, പകരം നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വലിയൊരു സുരക്ഷിതത്വവും ആത്മവിശ്വാസം തരുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന റിലേഷൻഷിപ്പുകളും തികച്ചും വ്യത്യസ്തമായിരിക്കും. അവ കുറച്ചുകൂടി ഹെൽത്തിയും ആഴത്തിലുള്ളതുമായിരിക്കും. വെറും ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ശരിക്കുള്ളൊരു ആത്മബന്ധത്തിന് മുകളിലായിരിക്കും ആ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. ആളുകളെ ആകർഷിക്കുന്ന ഈ ഒരു പവർ, മാഗ്നറ്റിക് ഓറ, നിങ്ങൾ സ്വന്തമാക്കുന്ന ആ ഒരു നിമിഷം നിങ്ങളൊരു ഇൻവിസിബിൾ ആളായി ജീവിക്കുന്ന അവിടെ അവസാനിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആ അഭിനയങ്ങളും അവരുടെ പുറകെ നടക്കുന്ന ആ പഴയ ശീലവും നിങ്ങൾ പൂർണ്ണമായി നിർത്തും. പകരം നല്ല നല്ല ബന്ധങ്ങളെയും മനുഷ്യരെയും തനിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ആളുകൾക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ തോന്നുന്ന, ഒരു മുറിയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രത്യേക വ്യക്തിത്വം നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ളവരുടെ മേലെ അധികാരം കാണിച്ചുകൊണ്ടല്ലത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ശരിക്കുള്ള ആ സാന്നിധ്യം, ഓത്തൻറ്റിക് പ്രസൻസ് എന്ന് പറയും, അതുകൊണ്ട് മാത്രം. ഏറ്റവും അടിപൊളിയായ കാര്യം എന്താണെന്നറിയോ? ഇതിനായി നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം മൊത്തത്തിൽ മാറ്റുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ ശരിക്കും ആരാണോ ആ യഥാർത്ഥ രൂപത്തിലേക്ക് നിങ്ങളൊടുവിൽ മടങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ ഏത് കാര്യത്തിലാണ് ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടും തോന്നുന്നെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.